ഇങ്ങനെ കാണുന്നില്ലല്ലോ. എന്റെ ഭഗവാനെ, എന്റെ കൊച്ചിന്റെ കല്യാണാണ്. ഒരാപത്തും കൂടാണ്ടൊന്ന് നടത്തി തന്നാ മതിയായിരുന്നു. നിനക്കറിയാലോ, കഴിഞ്ഞ 6 കല്യാണം അയലോക്കത്തെ കുറെ കാലന്മാരെ എണ്ണം മുടങ്ങിപ്പോയി. എന്റെ ഭഗവാനെ, ഇതൊരാപത്തും കൂടാണ്ട് നടന്ന എന്റെ കൊച്ചിന്റെ അച്ഛന്റെ നാക്കിലും മൂക്കലും ശൂലവും കുത്തി തലയും മുട്ടടിച്ച് പനമല കയറ്റിക്കോളാം ഭഗവാനെ. കയ്യിൽ കർപ്പൂരം വെച്ച് ആരതി ഒഴിഞ്ഞ് 7 വട്ടം ശയനപ്രശ്നം ചെയ്തിക്കോളാം എന്റെ ഭഗവാനെ. കാത്തോണ ഈശ്വര, കല്യാണം മുടക്കല്ലേ ഭഗവാനെ. മൊത്തം കഴിഞ്ഞോ? മൊത്തം കഴിഞ്ഞോടി? അല്ല, നാക്കിലും മൂക്കിക്കൂടെ എവിടെയൊക്കെ ശൂലം കുത്തിക്കെട്ടേണ്ടത്? മൂക്കില് അങ്ങനെ കവിളിലും കൂടെ നാക്കി കൂടെ ഒക്കെ ശൂലം കുത്തിക്കെട്ടണം. ശയനപ്രദക്ഷിണം. എന്നാ ഒരു കാര്യം ചെയ്യടി, എന്റെ ദേഹം മൊത്തം പന്തം തുണി ചുറ്റിയിട്ട് എന്റെ തലയിൽ കുറെ കർപ്പൂരം കുറെ സാമ്പ്രാണിത്തിരിയൊക്കെ ദേഹത്തെ കുത്തി വെച്ചിട്ട് തലയിൽ കൂടെ എണ്ണ ഒഴിച്ചിട്ട് എന്നെ കത്തിക്കടി. നിങ്ങൾ മന്ത്രവാദിനെ കാണാൻ പോയിട്ട് എന്തായി? രക്ഷ ചെയ്ത് കിട്ടിയോ? രക്ഷയുടെ കാര്യം നീ മിണ്ടായിരിക്കുന്നത് നല്ലത്. ഒരു രക്ഷയില്ല. അത് അവിടെ സ്റ്റോക്ക് കഴിഞ്ഞാണ്. പോണ വഴിക്കൊന്നും മേടിച്ചെന്ന് അങ്ങനെ ജപിച്ചു തരില്ലായിരുന്നോ? എടി, രക്ഷ സ്റ്റോക്ക് ഇല്ലാത്ത എന്റെ അല്ലെന്ന്. പിന്നെ ഞാൻ മന്ത്രവാദി എടുക്കാൻ ചെന്നപ്പം ചിരിച്ചു ചാവും. മന്ത്രവാദി ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷം മൂത്രം ഒഴിക്കാൻ വെളിയിൽ ഇറങ്ങിയതാണ്. എന്തോ കണ്ട് ഭയന്നിട്ട് കുളിരും പണിയായിട്ട് കിടന്ന് വിറച്ച് കിടക്കുകയാണ്. 10-25 ബന്ധുക്കാര് ചുറ്റും നിന്നില്ലെങ്കിൽ അയാൾക്ക് ഇപ്പൊ രക്ഷയില്ലെന്നാണ് അയാൾ പറയുന്നത്. അപ്പൊ ഞാൻ ഇനി എവിടെ നിന്ന് രക്ഷ എഴുതിക്കൊണ്ട് വരാനാണ്? എന്ത് കണ്ടിട്ടാവും ഭയന്നത്? എന്ത് കണ്ടിട്ടാ ഭയന്നത്? ഇപ്പൊ എന്നോട് ചോദിച്ചാൽ എനിക്ക് എങ്ങനെ അറിയും? 7 മന്ത്രവാദി ഗണിച്ചു നോക്കിയിട്ട് അറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും? പിന്നെ ഒരു കാര്യം, നമ്മുടെ കൊച്ചിന്റെ കല്യാണമാണ്. ഈ വിവരം ഒരു ആളും അറിയാൻ പാടില്ല. അവന്റെ 6 കല്യാണം മുടങ്ങി. ഇത് 7ാമത്തെ കല്യാണമാണ്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നീ കുടുംബശ്രീക്കാരോട് ഇത് പറഞ്ഞിട്ടുണ്ടോ? കുടുംബശ്രീ പോയിട്ടേ ഇല്ല കഴിഞ്ഞ ആഴ്ച. നിന്നെ വിശ്വസിക്കാനൊക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ബന്ധുക്കാരൊക്കെ പറഞ്ഞായിരുന്നോ? ഞാനൊരു കാര്യം പറയട്ടെ. 11:30-ക്കാണ് മുഹൂർത്തം. ഞാൻ പറഞ്ഞ ഐഡിയ നീ അങ്ങ് ചെയ്താ മതി. ഒരൊറ്റ കുഞ്ഞുങ്ങൾ അറിയരുത്. 11 മണിക്ക് നമ്മൾ കൃത്യം കതിർമണ്ഡപത്തിൽ ചെല്ലുന്നു. 11:30-ക്ക് താലികെട്ട്. ഒരു കാര്യം നീ അറിഞ്ഞോ? ഈ താലിയൊക്കെ എടുത്തു കൊടുക്കുന്ന കർമ്മിയില്ലേ, കർമ്മിയോട് ഞാനെന്താ പറഞ്ഞേക്കെന്നറിയാവോ? 11 മണിയാകുമ്പോ മണ്ഡപത്തിലോട്ട് വരണം, ചെറിയൊരു വിഷയമുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കല്യാണം പറഞ്ഞില്ല? കല്യാണം ഒന്നും ഞാൻ പറഞ്ഞില്ല. ഇവിടെ ചെറുക്കനെ വേടാ. എടാ, ഇങ്ങോട്ട് ഇറങ്ങി വേടാ. മുഹൂർത്തമായടാ. അല്ല, മൂർത്തി സാർ വിളിക്കുന്നതാ. ഇങ്ങോട്ട് ഇറങ്ങി വേടാ. പോയേക്കാം. ഇതെന്താ നീ അല്ല, വേറെ വേഷത്തിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ അയലോക്കാര് കാണുമോ കല്യാണം മുടങ്ങും. ഇപ്പൊ 5-8 പ്രാവശ്യം എന്നെ കൊണ്ട് പറ്റിയൊന്നുമില്ല. അടിപൊളി അടിപൊളി. അപ്പൊ അവിടെ എടുക്കാനുള്ള ഡ്രസ്സൊക്കെ അതൊക്കെ ബാഗിലുണ്ട്. അവിടെ ചെന്നിട്ട് കൊടുക്കാം നമുക്ക്. മതിയല്ലേ? നമുക്ക് അങ്ങോട്ട് ഇറങ്ങായിരുന്നു അല്ലേ? അതെ, അയലോക്കത്തൊന്നും അറിയിച്ചിട്ടില്ലല്ലോ. മനുഷ്യർ അറിഞ്ഞിട്ടില്ല. നീ ആയിട്ട് ഇത് അറിയിക്കാൻ നിക്കണ്ട. കാര്യം ചെയ്യാൻ ചേട്ടാ, എന്തായാലും ആരും അറിഞ്ഞിട്ടില്ലല്ലോ. ഇന്ന് മറ്റേ ഡ്രസ് തന്നെ വാ മോനെ. അത് മതി, അത് മതി. മണവാള ഡ്രസ് വേണോ? ഞാൻ അവിടെ ചെന്ന് മാറിക്കോളാം. നീ പോയിട്ടിട്ട് വാ. ഞാൻ പറയുന്നത് ഇത് ബംഗാളികൾ പണിക്ക് പോകുന്ന പോലെ ആയിപ്പോയി. ഡ്രസ് മാറി കല്യാണ ഡ്രസ് ഇട്ടോണ്ട് പോരെ. അവിടെ എത്തുമ്പോ സമയം ചേട്ടാ, കാലമാടൻ വരുന്നുണ്ട്. ദൈവമേ, മറ്റേ അപ്പുറത്തെ. അയ്യോ, എന്താടാ കൊച്ചിരാമ്മ, നീ എന്നെ കണ്ടപ്പോ ഏതാടാ മോഹൻ തിരിച്ചു നിൽക്കണത്? നിന്നെ കണ്ടാൽ ആരാണ് മുഖം തിരിക്കാത്തത്? നിങ്ങ എന്താണ് അമരം കളിക്കണ? എന്താണ് മുത്തേ നീ പറയുന്നത്? പറഞ്ഞു പറഞ്ഞു മൊത്തം കയ്യിന്ന് പോകട്ടെ. രണ്ടാളും കൂടി നിങ്ങളെന്താണ് എവിടെ പോണോ? ഒന്നുമില്ല. ഞാനേ രാവിലെ അമ്പലത്തിൽ പോകാണ്ട് ഇറങ്ങിയത്. അമ്പലത്തിച്ചല്ലേ? അല്ല, കയ്യിൽ ചില്ലറ പൈസയൊന്നും ഇല്ല നേർച്ച ഇടാൻ. അപ്പൊ ഉണ്ടെങ്കിൽ ഒരു ചില്ലറ പൈസ ഉണ്ടെങ്കിൽ ഒരു 100 രൂപ എടുത്തിട്ട് അതിന്റെ ഒരു 200 കൂടെ വെച്ചിട്ട് ഒരു 500 ആയിട്ട് ഒരു 1000 തന്നടാ പോയി. എങ്ങനെ? അല്ല, അമ്പലത്തിൽ പണ്ടാരത്തിൽ ഇടാനാ. നീ എന്തുവാടെ കൊച്ചിരാമ ഈ പറയുന്നത്? എടാ, നീ ഭണ്ഡാരത്തിലിടാനാണോ ചില്ലറ എന്നോട് ചോദിച്ചത്? എടാ, ഒരാള് നമ്മളെ ക്ഷേത്രത്തിൽ എന്തെങ്കിലും സംഭാവന കൊടുക്കുമ്പം നമ്മുടെ കയ്യിലെ അധ്വാനത്തിൽ നിന്ന് വേണം കൊടുക്കാൻ, അല്ലെങ്കിൽ അതിന് ഫലം ഉണ്ടാകത്തില്ല. ഇപ്പൊ ഞാൻ നിനക്ക് പൈസ തന്നു കഴിഞ്ഞാൽ നിനക്ക് എന്താണ് പ്രയോജനം? എനിക്ക് പ്രയോജനമുണ്ടല്ലോ. എന്ത് പ്രയോജനം? എന്റെ കയ്യിൽ നിന്ന് 10 പൈസ പോണില്ലല്ലോ. അപ്പൊ എനിക്കത് പ്രയോജനമല്ലേ? അത് കൊള്ളാം. ചേട്ടൻ എന്താണ് രണ്ടുപേരും കൂടെ? അല്ല, നീ അമ്പലത്തിലോട്ട് ചെല്ലേ. അല്ല, അമ്പലത്തിൽ പോകാൻ പറഞ്ഞേ. നിങ്ങൾ എവിടെ പോണം അത് പറ. ഞങ്ങളൊന്നും പോകുന്നില്ല. അതെ, ഇത്തിരി ചിക്കൻ വാങ്ങാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടി. ചിക്കൻ വാങ്ങാൻ? അതായത് ഞങ്ങളുടെ ഒരു 2-3 സുഹൃത്തുക്കൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് വരുമ്പോ നമ്മളിങ്ങനെ കോലം കെട്ട് നിൽക്കാൻ പാടില്ല. അത് പാടില്ല. അപ്പൊ ഇച്ചിരി വൃത്തിയും മെനക്കും നിൽക്കാന്ന് വിചാരിച്ചു. അപ്പൊ അവള് പറഞ്ഞു, കൂട്ടുകാർ വരുന്നതല്ലേ, അവർക്ക് എന്തെങ്കിലും കൊടുക്കട്ടെ, അപ്പൊ ചിക്കൻ മേടിക്കാമെന്ന് വിചാരിച്ചു. നിന്റെ കൂട്ടുകാരെ കണ്ടിട്ട് കുറെ നാളാ. നീ കഴിഞ്ഞ ദിവസം 2 കൂട്ടുകാർ വന്നിട്ട് നീ എന്നെ വിളിച്ചില്ല. തൊട്ടയൽവക്കത്ത് കിടക്കണാണോ ഞാൻ?
കൊച്ചിരാമ അത് അങ്ങനെ നിന്നെ വിളിക്കാൻ പറ്റിയ ഒരു കമ്പനി ആയിരുന്നില്ല. ഞാൻ കണ്ടു ഒരു കറുത്ത ഷർട്ട് ഇട്ടവനും ഒരു ചുമന്ന ഷർട്ട് ഇട്ടവനും അവിടെ ഇരുന്ന് നിങ്ങൾ മൂന്നരും കൂടെ വെള്ളം അടിക്കണൊക്കെ ഞാൻ കണ്ടു. ഞാൻ ജനൽ വഴി ഒളിഞ്ഞു നോക്കി. ഈ സ്വഭാവം കൊണ്ടാണ് നിന്നെ വിളിക്കാത്തത്. നീ ഒളിഞ്ഞു നോക്കിയില്ലേ? ഇതൊക്കെ ആണുങ്ങൾക്ക് ചേർന്നാണോടാ? എടാ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്റെ വീട്ടിൽ കൂട്ടുകാർ വന്ന് ഇനി അവിടെ എന്തെങ്കിലും ഒരു കാർ ഇവിടെ നിന്ന് കേട്ട് കഴിഞ്ഞാൽ ഓടി വരേണ്ടത് ഞാനാണ്. അലർച്ച കേട്ടാ ഓടി വരണമെങ്കിൽ ഇതെന്താ എന്റെ കൂട്ടുകാരെ കൊട്ടേഷൻ ടീമൊന്നും അല്ല. എടാ എന്നാലും നിന്റെ കൂട്ടുകാരെ കണ്ട് ഞാൻ പോണുള്ളൂ. അല്ല ചേട്ടൻ എന്നാ ചിക്കൻ വാങ്ങിയിട്ട് എന്നാ പിന്നെ ചിക്കൻ വാങ്ങാം. ബാ ഞാനും വരാം. നീ അമ്പലത്തിലൊക്കെ പോയെന്ന് കറങ്ങി വരുമ്പോഴത്തേക്ക് ഞങ്ങള് ചിക്കനൊക്കെ റെഡിയാക്കി വെക്കാന്ന്. കൂട്ടുകാർ വന്നതാണ് ആ പ്രധാന അമ്പലത്തിൽ അല്ല അത് കൂട്ടുകാർ വരുമ്പോഴേ അവരെ സ്വീകരിക്കാൻ വേണ്ടി ഇങ്ങനെ വലിയ ടീമാണ്. വലിയ ടീമല്ല, വലിയ ടീമാണ്. അങ്ങനൊന്നും ഇല്ലടോ. ഒരുപാട് നാൾ കാണാതിരുന്ന ശേഷം വരുന്നതേ ഉള്ളൂ. എന്നാലോടാ നിന്റെ കൂട്ടുകാരൊക്കെ വരുമ്പോ എനിക്കറിയാം ഇയാൾ വന്ന് വരും. അവരെപ്പോഴാ വന്നെ? എത്ര സമയമായിട്ടുണ്ട്? അവിടെ എത്തേണ്ട സമയമായിരുന്നു. എവിടെ എത്തേണ്ട സമയം? അവരിങ്ങോട്ടല്ലേ പിന്നെ നിങ്ങൾ എവിടെ എത്തേണ്ട സമയത്തെ കുറിച്ച് പറയണേ? ഇല്ല, അവര് എത്തേണ്ട സമയമായി എന്നാണ് പറഞ്ഞത്. സമയമായി വന്നാ സ്വീകരിക്കായിരുന്നു. അതെന്താന്നറിയോ? ചേട്ടന് പറയാൻ നാണായിട്ടാണ്. ഒന്നും വിചാരിക്കരുത്. നീ എന്നെ കളിയാക്കോ? ഇല്ല, നീ കാര്യം പറയാ. അത് ഞങ്ങൾക്ക് ഒരു ചെറിയ അബദ്ധം പറ്റി പണ്ട്. കൂട്ടുകാർ വന്നതോ? അതുകൊണ്ടാണ് നിന്നോട് ഞങ്ങൾ ഇത് പറയാത്തത്. എന്തു പറ്റി? കൂട്ടുകാർ വരുന്നതല്ല സത്യത്തിൽ ഞങ്ങൾ ഇവന് ചോറൂണിന് പോവാണ്. അതെ. എങ്ങനെ? ഇവന് ചോറൂണിന് പോവാണ്. പിന്നെ ചോറ് അകത്ത് കളത്തിൽ നിന്നിട്ട് വണ്ണാക്കി കൊടുത്താ പോരെ? അയ്യ അതല്ല, എന്താ സംഭവം എന്നറിയാമോ? ഈ 6-ാം മാസത്തിൽ ചോറ് കൊടുക്കാൻ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവൻ 5.5 മാസം ഇപ്പോഴത് ഇവൻ തന്നെ ചോറ് എടുത്തങ്ങ് തിന്നു. അപ്പൊ പിന്നെ ഞങ്ങളുടെ ആ പരിപാടി പാളിയില്ല. ആ ചടങ്ങ് നടത്തണം. അപ്പൊ ഈ കല്യാണം കുറെ നാളായിട്ട് നടക്കുന്നില്ല. അപ്പൊ അതിന്റെ പ്രശ്നം വെച്ച് നോക്കിയപ്പം ഈ നേർച്ച ഒരെണ്ണം മുടങ്ങി കിടപ്പുണ്ടല്ലോ പറഞ്ഞു. അപ്പൊ അതിനാണ് ഇപ്പൊ അത് ചെയ്യാന്ന് വിചാരിച്ചു. അമ്പലത്തിൽ പോവാ. അല്ല ചേട്ടൻ പൊക്കോ, ഞങ്ങളെ ഇപ്പൊ എന്താണ് കുഴപ്പം? ഏതമ്പലത്തിലെ പോണേന്നറിയാവോ? പഴവങ്ങാടി ഗുരുവായൂർ. എവിടെ? അത് പ്ലാനിങ്. ഏതമ്പലത്തിലാ പോണത്? പഴവങ്ങാടി എന്ന് തുടങ്ങി ഗുരുവായൂർ കേറിയിട്ട് മൂകാംബികയിൽ. അങ്ങനെ എത്ര നാളത്തെ ആഗ്രഹമായിരുന്നു പഴവങ്ങാടി കേറിയിട്ട് ഗുരുവായൂർ കയറി ഒന്ന് മൂകാംബിക പോകണം. ഞാൻ ഒരു മിനിറ്റ് മോളെ, അവക്ക് ഭയങ്കര ആഗ്രഹം അമ്പലത്തിൽ പോകണമെന്ന്. ഏത്? അവക്ക് ഭയങ്കര ഇഷ്ടം അമ്പലത്തിൽ പോണ കാര്യം. ഇന്ന് വന്നേടി. എന്തൊരു കഷ്ടമെന്ന് പറയുന്നത്. രാഹുകാലം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നോട് എപ്പോഴും പറയല്ലേ നിനക്ക് പഴവങ്ങാടി വഴി ഗുരുവായൂർ കയറി മൂകാംബിക പോണം. ദേ പോകുന്നു. നമ്മളെ കൂടെ കൊണ്ടുപോകാ. പോവാലോ. എന്റെ ഫോൺ അടിക്കുന്നത്. എന്റെ ഫോൺ അടിക്കുന്നത്. എങ്ങനെ ഞങ്ങള് ഒരു കാറിനാണ് പോകുന്നത്. എല്ലാവരും കൂടെ പോകാൻ പറ്റില്ല. അതാണ്. ആരും പറഞ്ഞു പറ്റില്ല. 5 പേര് ഏത് കാറ്? ഞങ്ങള് പോകുന്നത് ഒരു ചെറിയ സ്വിഫ്റ്റിലാണ് പോകുന്നത്. ഒരു ചെറിയ സ്വിഫ്റ്റ് എന്ന് പറയാനായിട്ട് അങ്ങനെ ഒരു സ്വിഫ്റ്റ് ഉണ്ടോ? ചെറിയൊരു സ്വിഫ്റ്റിലാണ് പോകുന്നത്. ക്ഷീണിച്ചതായിരിക്കും അല്ലേ? അല്ല കുഴപ്പമില്ല, 5 പേർക്ക് എന്തായാലും ഇരിക്കാൻ വേണ്ടി. ചേട്ടൻ മറന്നിട്ടാണ്. എങ്ങനെ? സത്യത്തിൽ കാറിലല്ല പോണത്. മനുഷ്യൻ പറഞ്ഞു കൊടുക്കാം. ഞങ്ങള് നടന്നാണ് പോകുന്നത്. അതാണ്. നിന്റെ ആഗ്രഹം എങ്ങനെയായിരുന്നു? നടന്നു പോകണമെന്നല്ലേ? സാധിച്ചല്ലോ. അതെ അതെ അച്ചോയ്, ഒന്നും നോക്കണ്ട, അങ്ങോട്ട് ചെല്ലണ്ടെന്നും പറഞ്ഞ് വിളിച്ചു. അവിടെ മുഹൂർത്തം സമയം കഴിഞ്ഞ ആ പെണ്ണിന്റെ വേറെ ആരാണ്ട് കല്യാണം കഴിച്ചു. അവിടെ അങ്ങോട്ട് ചെല്ലണ്ടെന്നും പറഞ്ഞ് മണ്ഡപത്തിൽ നിന്ന് വിളിച്ചെന്ന് കല്യാണം മുടങ്ങി. എന്തൊരു കാട്ട്, 7ാമത്തെ കല്യാണമാണ് ഈ കൊച്ചിന്റെ മുടങ്ങണത്. ചോറൂണിന് പോവില്ല, പിന്നെ കല്യാണം എന്ന് പറയണം. എടാ നാറി മനകെട്ടവനെ. എടാ എന്റെ ചെറുക്കന്റെ 6 കല്യാണം ഏതോ തണ്ടി മുടക്കി. 7ാമത്തെ കല്യാണം നീ മുടക്കി. എടാ ഈ ഒരു കല്യാണം മുടങ്ങിയത് ഞാൻ കാരണമാണ്. കഴിഞ്ഞ 6 കല്യാണം മുടക്കിയതും ഞാൻ തന്നെയാണ്. അപ്പൊ എന്താ കൊച്ചന്റെ കല്യാണം മുടക്കണം? ഞാൻ ഈ കല്യാണം മുടക്കിയതൊക്കെ ആര് പറഞ്ഞിട്ടാണെന്ന് അറിയാവാ? നിന്റെ ഈ നിക്കണ ഈ ചെറുക്കനായ മകൻ. അതെ. അപ്പൊ നീ ഇവിടെ അറിഞ്ഞോണ്ടാണോ ചെയ്തത്? അതെ അതെ. അവനെ തല്ലുക. നിനക്കെന്താണ് സ്വാക്കേട്? ഞാൻ പറയാം. അതെ അച്ഛൻ പറയും. അച്ഛൻ പറയും. അച്ഛനോ? ഞാനല്ലോ നിന്റെ അച്ഛൻ. അല്ല ഇത് അച്ഛൻ, അത് അമ്മായി അച്ഛൻ. അമ്മായിച്ചനോ? അതെങ്ങനെ നിന്റെ അമ്മായിച്ചനാകുന്ന? എടാ നിനക്ക് ഒരു കാര്യം അറിയാമോ? കുറെ നാളായിട്ട് നമ്മുടെ ഈ മക്കള് തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലാണ്. നീ ഒരു കാര്യം ചെയ്യ്, ഈ കല്യാണം ഇവര് തമ്മിൽ ആയിക്കോട്ടെ, ഇത് നടത്തിക്കൊടു. ഞാൻ എന്തായി കേൾക്കുന്നത്? നീ ഇത് കേട്ടോടി. പോലെ നിൽക്കണോ? നിനക്ക് എങ്ങനെ തോന്നിയടാ? ഞാൻ ചത്താൻ സമ്മതിക്കില്ല.
കല്യാണത്തിന്. ദൈവമേ, അസിസ്റ്റന്റ് കമ്മീഷണർ ആകാൻ പോകുന്ന എന്റെ മകൻ എന്തൊരു ഏടാ കുട്ടി ചെന്ന് ചാടി. ഈ കല്യാണം സമ്മതിക്കത്തില്ല. ഈ കല്യാണം നടത്തിക്കൂടെ വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം. ഞാൻ നല്ലൊരു ബന്ധം കണ്ടുപിടിച്ച് ഞാൻ ഇവനെ എന്റെ ഇറക്കനെ ഞാൻ കെട്ടിച്ചോളാം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇനി നിങ്ങൾ വേറൊരു ബന്ധം വെച്ച് ഇവനെ വേറൊരു പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ കല്യാണവും മുടങ്ങില്ല എന്നെന്താ ഉറപ്പ്? അത് മുടങ്ങും. അതെന്താ ഉറപ്പ്? കൊച്ചുരാമ, നീ കച്ച കെട്ടി ഇറങ്ങിയേക്കുവാണ് അവിടെ. ഒരു കാര്യം ചെയ്യ്, നീ ഇവര് തമ്മിലുള്ള കല്യാണം അങ്ങ് നടത്തി കൊടുക്ക്. മുഹൂർത്തം 11:30 ആകാൻ പോകും. അച്ഛാ അതങ്ങ് നടത്ത്. അത്രേ ഉള്ളു കാര്യം. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അച്ഛാ കല്യാണം മാറിപ്പോയി. എന്നെ കെട്ടിക്ക്. വാ. ഭാവത്തേക്കോട്ടെ. എനിക്ക് ചേട്ടാ ചേട്ടാ ഇത് വേണ. ഇട്. കൈയ്യെടു. ഈ പ്രേമത്തിന് കണ്ണും മുക്കില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. വെളും വെള്ളിയാഴ്ചയില്ലാന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ദൈവമേ.